അതെ, എല്ലാരും കൂടെ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിട്ടേ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. ആ അങ്കിൾ ഉണ്ടല്ലോ, പുള്ളി ഇപ്പൊ പോലീസുകാരുടെ പോയി എന്തൊക്കെയാ പറയാൻ പോണെന്ന് ദൈവം തമ്പുരാനും പോലും അറിഞ്ഞൂടാ. മിക്കവാറും ഇതൊക്കെ ആയിരിക്കും. അവരെന്റെ മോളെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അത് ചോദിക്കാൻ ചെന്ന എന്നെ അവന്മാര് തറയിട്ട് ചവിട്ടിന്ന് വരെ പറയും. അപ്പൊ നോക്കിയോ, പോലീസുകാര് അങ്ങനെ തൂക്കിയെടുത്തോണ്ട് ഇടിക്കും. ചേച്ചി 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 ഞാൻ നാട് വിടട്ടാ. ബാക്കിയുള്ള മനസ്സമാധാനം പോവാൻ. ചേട്ടാ, ഞാൻ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളു. ചേട്ടൻ കാരണം എനിക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. കൊള്ളാലാടി. ഒരു കാര്യം ചെയ്യാ, വാ ചുമ്മാ ഇരിക്കാനല്ലോ, തലയിലോട്ട് കയറി വാടി. മോനെ കേശു, അവള് മനഃപൂർവ്വം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാന്ന് എനിക്കറിയാം. അവൾ എവിടെ ഉള്ളതെന്ന് നിനക്കറിയാമെങ്കിൽ നീ ആന്റിയോട് പറ മക്കളെ. എനിക്ക് പൊന്നാന്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ അവളെ ജംഗ്ഷൻ വരെ കൊണ്ട് വിട്ടു എന്നുള്ളത് സത്യമാണ്. അത്ര എനിക്കും അറിയത്തുള്ളൂ. കേശു, നിങ്ങൾ രണ്ടുപേരും കൂടെയാണല്ലോ ഇവിടുന്ന് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു പുറത്തോട്ട് പോയത്. ഓ, ആ പോകുന്ന വഴിക്ക് ഇനിയിപ്പോ നിങ്ങളുടെ വല്ല പ്ലാനിങ് ആണോ? എനിക്ക് മനസ്സിലായി, നീ പറയണ്ട. നല്ല കാര്യം. டே கேசு, சத்தியம் சொல்லுடா மெர்லின் எங்க இருக்கான்னு. இந்த பாரு, நீ சத்தியம் சொன்னேன்னு வச்சுக்கோ, போலீஸ் ஒன்னும் செய்ய மாட்டாங்க. ஆனா நீ பொய் சொன்னேன்னு வச்சுக்கோ, போலீஸ் உன்னை கண்டிப்பா தூக்கி எடுத்துட்டு போவான். சொல்லுடா. പിന്നെ ഇതെന്തൊരു വെള്ളരിക്കാൻ പറ്റണോ? പോലീസ് വരുന്ന തൂക്കി എടുത്തോണ്ട് പോകാനായിട്ട് ഒന്ന് പോയാൻ്റെ അവിടുന്ന്. ഇവിടെ ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ ഉണ്ട്. ആ, പോലീസ് വരുമ്പോ ഇത് തന്നെ പറയണം. കൊച്ചേ, നീ എന്നെ ചുമ്മാ അങ്ങനെ പേടിപ്പിക്കാനോ നോക്കണ്ട കേട്ടാ. ആ, ഇനിയിപ്പോ അങ്ങനെ പോലീസുകാർ വന്ന് എന്നെ അറസ്റ്റ് കൊണ്ട് പോയി കഴിഞ്ഞാ, ഓ എന്റെ ചേച്ചി ഉണ്ട്. എത്ര ലക്ഷങ്ങൾ വാരി വീശിട്ടാണെങ്കിലും എന്റെ ചേച്ചി എന്നെ പുറത്തിറക്കും. ആ ലച്ചു ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നു ആകപ്പാടുള്ളത് കൊഞ്ചു പോലെ രണ്ട് കിട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ 5ന്റെ പൈസ ഇല്ല. അപ്പഴാ ആശ്വാസവാക്കായിട്ടെങ്കിലും ഓ എന്നൊന്ന് പറഞ്ഞുകൂടി. ஐயோ என்னோட பொண்ணு கேசு, இந்த பாரு மேரி சேச்சி எவ்வளவு வருத்தமா இருக்கான்னு. உனக்கு தெரிஞ்சுன்னா மெர்லின் எங்க இருக்குன்னு சொல்லுடா. എനിക്ക് വയ്യ, ഞാൻ വല്ലതും ചെയ്യും കേട്ടോ. അല്ല പിന്നെ ആ കൊച്ചവക്ക് എന്തിന്റെ കേട്? ചുമ്മാ രാവിലെ കേറി വന്ന് എന്റെ ഉയിര് വാങ്ങാനാണല്ലോ ദൈവമേ. നോക്കിയോ, ഞാൻ എങ്ങോട്ടല്ലേ നാട് വിടാൻ പോണു. എടാ മോനെ കേശു, നീ അവളെ കൊണ്ടാണ് ഇവിടെ നാട് വിടുന്നത്? അങ്ങനെയൊന്നും ചെയ്യലടാ. എന്തെങ്കിലും നിങ്ങളുടെ കല്യാണം കഴിയാണെങ്കിൽ നീ അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. കൊള്ളാം, ഈ പറയണ ആന്റി തന്നെ വേറെ നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ അവളെ കെട്ടിച്ചു വിടൂലേ? അല്ല, മാതാപിതാക്കൾ എപ്പോഴും മക്കളുടെ നല്ല ഭാവിയല്ലേ ആഗ്രഹിക്കൂ. ഓ, അപ്പൊ ഞാൻ അവളുടെ ചീത്ത ഭാവിയാണെന്നല്ലേ? അയ്യോ അങ്ങനെയല്ല. മനസ്സിലായി. ஐயோ கடவுளே, மதுரை மீனாட்சி அம்மா, முன்னா நேத்து நான் நினைச்சேன் மதுரைக்கு போலாமான்னு. அப்ப என்னோட மனசு சொல்லிச்சு ஏதோ பெரிய பிரச்சனை வரப்போகுதுன்னு. அதனால நான் போகாம இங்கே நின்னேன். അതെ, കേസ് വിചാരിച്ച ഇപ്പൊ ഈ പ്രശ്നം ഇവിടെ തീരും. കുട്ടികളുടെ എടുത്തിയാട്ടമായിട്ട് കരുതി പോലീസ് കേസും എടുക്കില്ല. എന്റെ ദൈവമേ, ഇത് അവളത് അവിടെ പോയി കിടക്കണമെന്ന്. മോനെ കേശു, മക്കൾ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് അമ്മൂമ്മയ്ക്ക് അറിയാം. എന്നാലും അമ്മൂമ്മ ഒന്ന് ചോദിക്കുക, ഇനി മെർലിൻ പറഞ്ഞിട്ടെങ്ങാനും മോൻ അവളെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയേക്കുവാന്നോ? അല്ലേ, ഭവാനിയമ്മ എന്ത് വർത്താനായി പറയുന്നേ? അവളങ്ങനെ എടുത്തിയാട്ടക്കാരിയൊന്നും അല്ല. എടുത്തിയാട്ടക്കാരി അല്ലെന്നുള്ളതേ ഇടയ്ക്കിടയ്ക്ക് അവൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. ആ ഇടയ്ക്കിടയ്ക്ക് കേറി വരുന്നുണ്ടെങ്കിലേ ഈ ചെറുക്ക പുറകെ നടന്ന് ശല്യം ചെയ്യുന്നോണ്ടാ. എന്റെ ചെറുക്കനെ അങ്ങനെ പറയാൻ നടന്ന് ശല്യമൊന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള വർത്താനൊന്നും പറയല്ലേ മേരി. ഭവാനിയമ്മ അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട. എന്നാലും പോലീസ് വരട്ടെ, അപ്പൊ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അയ്യോ, പോലീസിനെ പട്ടാളത്തിനെ ഒന്നും കാണിച്ചേ ഈ ചോനർത്തല ഭവാനിയെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. ഒരുപാട് പോലീസിനെ പട്ടാളത്തിനെ കണ്ടിട്ടുള്ളതാ ഈ ചോനർത്തല ഭവാനി. അത് തന്നെ, അമ്മൂമ്മ പണ്ട് പട്ടാളത്തിലായിരുന്നു, മേജർ ഭവാനി. നിർത്തടി. നീ പോരൊന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ തമ്മിൽ തെറ്റി. പറഞ്ഞു വന്നപ്പോഴേ എന്റെ കൈ നങ്ങ് പോയി. എന്റെ ഇറങ്ങി വാടാ. ഞാൻ അകത്തേക്ക് കയറി വരണം, അതോ നിങ്ങൾ പുറത്തേക്ക് വരണ്ട?
നിങ്ങൾക്കറിയോ ഐ ആം ഡെഡ്ലി ഡേഞ്ചറസ് പേഴ്സൺ. ആ വന്നല്ലോ ആംഗ്രി യങ് മാൻ. வந்துட்டோம். എവിടെ പോലീസ്? പോലീസ് ഏത് നിമിഷവും വരും. ഏത് നിമിഷം വരുന്ന പോലീസിനെ തിരക്കൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ കാണാൻ വരുന്ന പോലീസ് ആണെങ്കിൽ ഞങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങളുടെ ഇഷ്ടത്തിന് വരണം. இச்சாய போலீஸ் எവിടെ? என்ன மேரி ചേച്ചി ഇത്? நீங்க எங்களோட சைடா இல்ல அவரோட சைடா? എന്തോന്ന് ആന്റി പറയുന്നേ? മേരി ആന്റി ആളുടെ വൈഫല്ലേ, അപ്പൊ ആളെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. அதில்ல லட்சு, மேரி ചേച്ചി எப்ப வந்தாலும் அவரை பத்தி தானே குத்தம் சொல்லுவாரு. அதனால நான் சொன்னேன். അതെ, നിങ്ങൾ പറയേണ്ട തമിഴൊന്നും എനിക്ക് മനസ്സിലാവണില്ല, പക്ഷെ കുറ്റം പറയാന്നുള്ള എനിക്ക് മനസ്സിലായി. ആ അങ്ങളെ, ഇവിടെ ഇംഗ്ലീഷ് മാത്രമല്ല ഭാഷ, പഴയതും പുതിയതായ കുറെ ഭാഷകളുണ്ട്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് എന്റെ ചേട്ടന് എല്ലാം അറിയാം. മെർലിൻ ചേച്ചി ചേട്ടന്റെ മുമ്പില് സീറോ. നമ്മളെ മോളെ സീറോ എന്ന് പറയുന്നത് നീ കേൾക്കണില്ലേ? ഇച്ചായ സബ്ജക്റ്റ് ഇത് മാറല്ലേ? ഐ ആം ഓൾവേസ് സബ്ജക്റ്റീവ്. മാങ്ങാ തൊലി. പോലീസ് എവിടെ മനുഷ്യ? ഞാൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി. അവിടുത്തെ എല്ലാ പോലീസുകാർക്കും വിൻസെന്റ് ഗോമസിനെ അറിയാം. അപ്പൊ അങ്കിളിനെ അറിയത്തില്ല. ആ വിൻസെന്റ് ഗോമസ് ആണ് ഈ ഞാൻ. എന്റെ പൊന്നങ്ങളെ ചുമ്മാ ആയിട്ട് കുഴപ്പിക്കില്ലുള്ള കാര്യം ഞാൻ പറഞ്ഞു. നീ എന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ പൊന്നങ്കിള് ചുമ്മാ ഇങ്ങനെയായിട്ട് കുഴപ്പിക്കല്ലേ. എടാ കൊച്ചുചേർക്ക, ഞാൻ ഈ സമൂഹത്തിൽ നാണം കെടാൻ പോകുന്നില്ല. എന്റെ മോളെ കിട്ടുന്നവരെ ഞാൻ ഇവിടെ കാണും. ഇവിടെ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ്? ഞാൻ എന്റെ മോളെ കിട്ടുന്നവരെ ഞാൻ ഇവിടെ നിൽക്കും, ഇവിടെ ഉണ്ടാവും. ഈ വീട്ടിലാ? ആ യേശുവേ, മെർലിൻ എവിടെയാ ഉള്ളേ എന്ന് അറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ ഈ മരണം ഇവിടെ നിന്ന് പോകത്തില്ല. ഞാൻ കുറെ നേരം കൊണ്ട് ഞാൻ പറയണുണ്ട് കേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അറിയാമെങ്കിൽ ഞാൻ തൂക്കിയെടുത്തോണ്ട് ഫ്രണ്ട് ഇട്ട് കൊടുത്തിട്ട് പറയില്ലേ, അതാ കിടക്കണം നിങ്ങളുടെ ഓച്ചസും തേജസ്സുള്ള മെർലിൻ തൂക്കിയെടുത്തോണ്ട് പോവാൻ. ഞങ്ങൾക്ക് അറിയില്ല മെർലിൻ എവിടെയാണെന്ന്. അതെ ഇച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞ ഇച്ചായും ദേഷ്യപ്പെടൂ? അങ്കിളിനെ ദേഷ്യപ്പെടാതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ അങ്ങളെ? ஐயோ என்னோட பாரு, கொஞ்சம் பேசாம இரு. மேரி சேச்சி ஏதோ பெரிய விஷயம் சொல்ல போறா, அது கேட்கட்டும் முதல்ல. மேரி ചേച്ചി நீங்க சொல்லுங்களேன். ഇച്ചായ, ഞാനൊരു കാര്യം പറയട്ടെ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് കേശുവിന്റെയും മെർലിന്റെയും കല്യാണം അങ്ങ് ആലോചിച്ചാലോ? ഇപ്പോഴൊന്നും വേണ്ട, ഭവാനി അമ്മ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്തു പറയുന്നു?